പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഉണ്ടായ നഷ്ടം അത് ഭീകരമല്ലേ? ഭീകരമായ നഷ്ടമാണ്. നഷ്ടം എന്ന് പറയുന്നത് ടാക്സിൻ്റെ ഇനത്തിൽ മാത്രമല്ല, നമ്മുടെ പബ്ലിക് റിസോഴ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ടണൽ നിർമ്മിക്കുന്ന പബ്ലിക് റിസോഴ്സ്, പലതരത്തിലെ പബ്ലിക് റിസോഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അതാണ് ഒരു കമ്പനിക്ക് അതിൻ്റെ പൈസ അനർഹമായ രീതിയിൽ പറ്റുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ മൈനിങ് മേഖലയിൽ നടക്കുന്ന റിസോഴ്സ്, ഈ ഗെയിമിംഗ് കമ്പനി, ചൂതാട്ടം, ഈ ചൂതാട്ട പൈസ വിടുന്നവരെ സാധാരണക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പണം, സാധാരണക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന ചൂതാട്ട കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഫണ്ട് കൊടുക്കുന്നത്. അതെ, നമ്മൾ ഒരുപക്ഷെ പൊതുജനം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള പബ്ലിക് മണി എന്നുള്ള ആസ്പെക്ട്. ഇപ്പം വലിയ വേദാന്തയെ പോലത്തുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ട പൊതു മുതലുകൾ ധൂർത്തടിച്ചുകൊണ്ടാണ്. വലിയൊരു സ്കാം അതിൻ്റെ അകത്തുണ്ട്. വലിയ സ്കാമുണ്ട്, സാമ്പത്തിക ദുർവിനിയോഗമുണ്ട്, കോർപ്പറേറ്റുകൾ പണം കൊടുത്തതിനെ കുറിച്ചുള്ള മാത്രമല്ല, ഏറ്റവും അപായകരമായ സാഹചര്യം ഇത്തരം കറപ്ഷൻ മറ്റൊക്കെ ഇല്ലെജിറ്റിമേറ്റ് ആണെങ്കിൽ ഇതൊക്കെ തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ കറപ്ഷനായി മാറുന്നത് സ്റ്റേറ്റിൻ്റെ അറിവോടുകൂടിയാണല്ലോ. സ്റ്റേറ്റ് അതിൽ ലെജിറ്റിമേസിയാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും പറഞ്ഞു കൊടുക്കുന്ന സംവിധാനം ഇലക്ഷൻ ക്യാമ്പയിനിലെ ഭാഗത്തുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ക്യാമ്പയിനും പൊതു ഇലക്ഷനും CA പോലെ ഡിബേറ്റാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും കേരളത്തിന് അതിന് വലിയ സ്കോപ്പ് ഉണ്ട്. കാരണം CPI CPM അടങ്ങുന്ന ഇടതുപക്ഷ കക്ഷികളാണ് ഇലക്ട്രൽ ബോണ്ട് നിന്ന് വിട്ടുമാറിയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് വളരെ ശക്തമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ കേരളത്തിലൊരു പ്രചരണ വിഷയമാക്കാവുന്നതാണ്. എങ്കിലും അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പൊളിറ്റിക്കൽ ഫണ്ടിങ് ലെജിറ്റിമൈസ് ചെയ്യുന്ന വഴി അതിൽ ഡെമോക്രസി ഇല്ലെജിറ്റിമേറ്റ് ആയി മാറുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദീർഘകാല പ്രത്യേകത സൃഷ്ടിക്കുന്നതാണ്. ദീർഘകാല പ്രത്യേകത, അത് ലോകരാഷ്ട്രീയത്തിന് പ്രത്യേകത സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇലക്ഷനിൽ ഇത്രമാത്രം പണത്താൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന സാഹചര്യം ജനാധിപത്യം നല്ലതല്ല. അതിനെതിരെ ഒരു രാഷ്ട്രീയ ആലോചന നമ്മൾ നടത്താൻ പാടില്ല. പക്ഷേ അത് ആലോചിക്കാനുള്ള സാധ്യത നമുക്ക് എന്തോ കുറഞ്ഞു വരുന്നത് നമ്മൾ ഇതെല്ലാം ഒരു വാസ്തവം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യം അംഗീകരിച്ചു. കാര്യം വലിയ അപകടകരമായ സ്ഥിതിയാണ്. ഇലക്ഷണറിയിൽ ഈ രീതിയിൽ പണം ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ജനത്തിന് വലിയ ഗുണം ഉണ്ടാവില്ല. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയായി മാറിയിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട്. പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് മോദി സർക്കാർ നിയമനിർമ്മാണത്തിലൂടെ നടത്തിയ ഒരു അഴിമതിയുടെ ഒരു കൂടാരം. ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഈ കാര്യങ്ങൾ കേരളീയവുമായി ചർച്ച ചെയ്യാൻ ശ്രീ ദാമോദർ പ്രസാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. ഇന്ത്യയിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ടിട്ടുണ്ട്. ജീപ്പ് കുംഭകോണം, 2G സ്പെക്ട്രം, ബോഫേഴ്സ് അഴിമതി, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന അഴിമതികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നതാണ് തോന്നുന്നത്? വ്യത്യസ്തമാവുന്നത് ഒന്ന് പ്രധാനമായിട്ടും ഷിബു പറഞ്ഞ പോലെ തന്നെ, പിന്നെ അതിലെ പണമിടപാടിൻ്റെ അതിലെ വന്ന മുതൽ വെച്ച് നോക്കുകയാണെങ്കിൽ, കൈമാറ്റം ചെയ്ത പണത്തിൻ്റെ തോത് വെച്ച് നോക്കുകയാണെങ്കിൽ ഷിബു സൂചിപ്പിച്ചതുപോലെ തന്നെ പരകാല പ്രഭാവം സൂചിപ്പിച്ചത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സ്കാം എന്ന തരത്തിൽ പറയാൻ പറ്റും. സ്കാം തന്നെയാണ് അതിൻ്റെ അകത്ത്. സുപ്രീം കോടതി പക്ഷേ സ്കാം ഉപയോഗിച്ചിട്ടില്ല. സ്കാം ഇല്ല. സുപ്രീം കോടതി സ്കാം എന്ന് പറയുമ്പോൾ തരത്തിൽ വേറെ വ്യാഖ്യാനത്തിലേക്ക് പോവാണല്ലോ. ഇതൊരു രാഷ്ട്രീയ ഒരു പരിധിയിൽ നിൽക്കുന്നതാണ് സ്കാം എന്ന് പറയുന്നൊരു വിമർശനം. അപ്പോൾ ബോഫോഴ്സും അതുപോലെ തൊട്ടുമറ്റു 2Gയെ സംബന്ധിച്ചിടത്തോളം അതേതാണ്ട് അപ്രസക്തമായ രീതിയിൽ പിന്നീട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല 2G സ്പെക്ട്രം തന്നെ വലിയ ഒരു ഉയർത്തിക്കൊണ്ടുന്ന വാദം അവർ തന്നെ പറഞ്ഞ ആൾക്കാർ തന്നെ വിഴുങ്ങുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക്. അതെ, അസംപ്ഷൻ കൂടിയായിരുന്നു. പിന്നെ അവർ തന്നെ അത് വിഴുങ്ങുകയും അതിനെക്കുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊരു UPAക്കെതിരെ നടത്തിയൊരു ക്യാമ്പയിൻ, എല്ലാവരും പങ്കെടുത്തൊരു ക്യാമ്പയിൻ. ശരിക്കും UPA സർക്കാർ താറുമാറാക്കിയത് ആ ക്യാമ്പയിനാണ്. പക്ഷേ ഇതല്ല. ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് സാമ്പത്തിക ഇടപാട് നടന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ട് കണക്ക് ലഭ്യമാണ് അതിൻ്റെ അകത്ത്. ഇത് വ്യത്യസ്തമാവുന്നതിന് പൊളിറ്റിക്കൽ ഫണ്ടിങ്ങായി ബന്ധപ്പെട്ട പുതിയൊരു ഇതാണ് സംഭവിക്കുന്നത്. പൊളിറ്റിക്കൽ ഫണ്ടിങ് എങ്ങനെയായിരിക്കും നടക്കുന്നതിനെക്കുറിച്ച്. കാര്യം പൊളിറ്റിക്കൽ ഫണ്ടിങ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ചർച്ചാ വിഷയമായിരുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പൊളിറ്റിക്കൽ ഫണ്ടിങ്ങും അല്ല രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ് ആര് ഫണ്ട് ചെയ്യുന്നു? കോർപ്പറേറ്റുകളും ബിസിനസ് സ്ഥാപനങ്ങളും തുടക്കം മുതൽ തന്നെ ഫണ്ട് ചെയ്തിരുന്നു. അത് എല്ലാ കാലത്തും ചർച്ചാ വിഷയം, എല്ലാ കാലത്തും അതിനെ സംബന്ധിച്ച് ദുരൂഹത ഉണ്ടായിരുന്നു, എല്ലാ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ ആ പൊളിറ്റിക്കൽ ഫണ്ടിങ് അങ്ങനെ ആയിരിക്കെ തന്നെ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാനായിട്ട് അതെപ്പോഴും ദുരൂഹമായിരിക്കും, അതിന് വിമർശനം ഉയർത്തുകയും ചെയ്യുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 2000-ന് ശേഷം 90 ലിബറലൈസേഷൻ 2000 ശേഷം ഉണ്ടായ വൻതോതിലുള്ള കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ അവരുടെ വലിയൊരു പൊസിഷൻ അക്യുമുലേഷനും അവർ നടത്തിയിട്ടുള്ള വലിയ അക്യുമുലേഷൻ, അവരുടെ വ്യാപകമായിട്ടുള്ള താല്പര്യങ്ങൾ, ഇന്ത്യൻ പ്രകൃതി വിഭവങ്ങളുടെ പുറത്തുള്ള താല്പര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഇഷ്യൂസ്
നമുക്ക് 2000 മുതൽ തന്നെ നമ്മൾ UP ഭരണകാലത്തിൻ്റെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ മൂർധന്യത്തിൽ കോർപ്പറേറ്റുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ വലിയ തോതിലുള്ള സാമ്പത്തിക സമാഹരണം, അതുപോലെ സമൂഹത്തിലെ സാമ്പത്തികമായ അന്തരം വലിയ തോതിലാക്കിയിരിക്കുന്നു. ഇവരൊക്കെ തന്നെ എന്താ പറയുക, ലോകത്തെ ഏറ്റവും വലിയ ധനികരായി മാറി. അങ്ങനെ ഇന്ത്യയിൽ തന്നെ സമ്പത്തിൻ്റെ ഏതാണ്ട് 5% ആൾക്കാർക്കാണ് സമ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഹരി എന്ന തലത്തേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഇതെങ്ങനെയാണ് അവർ നിലനിർത്തുന്നതും കൊണ്ടുപോകുന്നതും കോർപ്പറേറ്റുകൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ അധികാരത്തിൻ്റെ സ്വാധീനത്തിനും പിൻബലത്തിലാണ്. കാര്യം മിനറൽസ് പ്രകൃതി വിഭവങ്ങൾ കൊള്ളടിക്കാനും അതുപോലെ തന്നെ അതുപോലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് ഭരണാധികാരത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഫണ്ടിങ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയം വരുന്നുണ്ട്. അപ്പോൾ 2014 തന്നെ മുതൽ തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന കാര്യം, ഈ പ്രചരണ സംവിധാനവും മാറി, പഴയ പോലെയല്ല നമ്മുടെ. അപ്പോൾ പ്രചരണ സംവിധാനം വ്യാപകമായ രീതിയിൽ മാറി. പിന്നെ ഇലക്ഷൻ എന്ന പ്രോസസ്സ് തന്നെ വെച്ചാൽ മുമ്പ് ഇലക്ഷൻ ആ സമയത്ത് നടക്കുന്ന പ്രോസസ്സ്. ഇന്ന് അതല്ല. BJP പോലെ പാർട്ടിയെക്കുറിച്ച് ആരോ നിരീക്ഷിച്ചൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഇലക്ഷൻ തയ്യാറായ പാർട്ടി. കാര്യം നിരന്തര ക്യാമ്പയിൻ. മറ്റു നമ്മൾ നോക്കുക, ഇലക്ഷൻ്റെ ആ സമയങ്ങളിൽ 3 മാസമൊക്കെയാണ് സാധാരണ ക്യാമ്പയിൻ. ഇതല്ല, ഇത് നിരന്തര ക്യാമ്പയിൻ. പിന്നെ ജനാധിപത്യം നിരന്തരമായ ഇടപെടൽ കാണുന്നു. കാര്യം നമുക്കറിയാം, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ അട്ടിമറിക്കപ്പെടുന്നു. ഇങ്ങനെ രീതിയിലുള്ള വലിയ അതിലൊക്കെ പണത്തിൻ്റെ ഇടപാട് നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പണത്തിനൊരു അക്യുമുലേഷൻ, പ്രത്യേകിച്ച് നവലിബറൽ പോളിസികൾക്ക് ശേഷം വന്ന അക്യുമുലേഷൻ മനസ്സിലാക്കിയിട്ട് ഈ സാധാരണ നിയമനിർമ്മാണം നടത്തുന്നത് ജനങ്ങളുടെ നന്മയ്ക്കോ അല്ലെങ്കിൽ പുരോഗമനത്തിനോ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ വലിയൊരു കറപ്ഷൻ മുന്നിൽ കണ്ട് ഒരു സർക്കാർ നടത്തുന്ന ഒരു നിയമനിർമ്മാണം എന്നുള്ള രീതിയിൽ ഇതിന് ഭയങ്കര പ്രസക്തിയില്ല. കാര്യം ഇവർക്കറിയാം ഇത്രയും വലിയ മൂലധനം എങ്ങനെ ലീഗലൈസ്ഡ് ചെയ്തുകൊണ്ട് കൈക്കലാക്കാം. എക്സ്റ്റോർഷൻ എന്നൊക്കെയുള്ള സംഭവം വരുന്നത്, അതും അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നിയമനിർമ്മാണത്തിന് അന്ന് തന്നെ RBI എതിർത്തിരുന്നു. രാജ്യസഭയിൽ ഇത് എനിക്ക് തോന്നുന്നു മണി ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത്. കാര്യമായ ചർച്ചകൾ നടന്നിട്ടില്ല. അപ്പം ഒരു ഭൂരിപക്ഷം ഉപയോഗിച്ചിട്ടൊരു ഫാസിസ്റ്റ് സർക്കാർ എങ്ങനെ ഈ നിലനിൽക്കുന്ന മൂലധനം കൈപ്പറ്റാം എന്നത് വളരെ നേരത്തെ തന്നെ കണ്ടുകൊണ്ട് ചെയ്ത നിയമനിർമ്മാണം എന്ന് പറയാൻ കഴിയില്ലേ? അതിൻ്റെ അകത്തൊരു ദീർഘവീക്ഷണമുണ്ട്. ഈ കറപ്ഷനെ കുറിച്ച് ദീർഘവീക്ഷണം എന്ന് പറയുന്ന സംശയമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇവർ വരുന്നത് സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്നുള്ളത് സുതാര്യമാക്കുക എന്നുള്ളൊരു ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം. നമ്മളതിൻ്റെ ലോജിക്കും അതൊരു ഉപയോഗിച്ച രീതിയും ഉണ്ടാക്കണം. മറ്റു രീതിയിലല്ല. ഇത് ലെജിറ്റിമൈസി എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവിധ തരത്തിലും ഇത് ട്രാൻസ്പാരൻ്റ് ആക്കുക എന്ന് പറഞ്ഞാണ് ഇതിനെ മുഴുവൻ അട്ടിമറിച്ചത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വൈദഗ്ധ്യം നമ്മൾ കാണുന്നത്. ആ പുതിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ കറപ്ഷൻ്റെ വൈദഗ്ധ്യം എന്ന് പറയുന്ന ഒരു പക്ഷേ അതായിരിക്കണം. അങ്ങനെ നമ്മുടെ കോർപ്പറേറ്റുകളുടെ നിന്നും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ നിന്നും 2 തരത്തിൽ. ഒന്ന്, ഷിബു സൂചിപ്പിച്ച പോലെ അവർക്കെതിരെയുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് അവരുടെ ടാക്സ് അടയ്ക്കാത്ത സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ അവർ നടത്തിയ ഇല്ലിജിറ്റിൻ ഓപ്പറേഷനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണെങ്കിൽ നടത്തിയുള്ള പലതരത്തിലുള്ള അവരുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ഒരു ഭാഗത്ത് നടത്തി. അവരെ പ്രതിസന്ധിയില്ല, ശരിയായ അന്വേഷണം ആയിരിക്കും. പക്ഷേ ആ ശരിയായ അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ട ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആ കേസ് അവർക്ക് തലയൂരാനും അല്ലെങ്കിൽ മറ്റു കേസ് നൽകുമ്പോൾ മാപ്പ് സാക്ഷികളാവാനൊക്കെ തന്നെ അവരെന്ത് ചെയ്യും, അവർ ഫണ്ട് കൊടുക്കാൻ നിർബന്ധമാവും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കും. പക്ഷേ ആ ഫണ്ട് നേരെ രീതിയിൽ കൊടുത്താൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ കൈയോടെ പിടിക്കും. അപ്പോൾ അത് അത്തരം മാർഗം. രണ്ടാമതായിട്ട് വലിയ തോതിൽ കോൺട്രാക്ട്. ഈ മൈനിങ്ങായി ബന്ധപ്പെട്ട് മൈനിങ്ങിൽ വലിയ തോതിലുള്ള നമുക്കറിയാം ഫോറസ്റ്റ് നിയമമൊക്കെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. അപ്പോൾ അതായി ബന്ധപ്പെട്ട് കൊടുക്കാനുണ്ട്. അതിൽ കോടിക്കണക്കിന് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള കോടിയാണല്ലോ. 1000 കോടി 2000 കോടിയുടെയൊക്കെ വലിയ തോതിൽ, അതിലപ്പോൾ ലക്ഷം കോടിയുടെയൊക്കെ തരത്തിലുള്ള ബിസിനസ്സിൻ്റെ അകത്ത് വലിയൊരു ഓഹരി. അത് എന്താ പറയുക, ഒരു ലെജിറ്റിമേറ്റ് അർഹരാണെന്ന രീതിയിൽ പാർട്ടികൾക്ക് തന്നെ തോന്നുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുകയും ആ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിൽ ലെജിറ്റിമൈസിയും ചെയ്തു. അതിൻ്റെ അകത്ത് അതേസമയം അത് വളരെ അധാര്യമായി നിർത്തി. ആരാണ് കൊടുത്തതെന്നോ പിന്നീട് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എൻഗേജ് ചെയ്യാനും ഒരു സംവിധാനം ഉണ്ടാക്കി, അതേസമയം ആര് കൊടുത്തും പുറത്തറിയാതിരിക്കുക, ജനങ്ങൾക്ക് അറിയാതിരിക്കാനും, എന്തിന് കമ്പനികളുടെ തന്നെ അവരുടെ ഡിസ്ക്ലോഷേഴ്സ്, ഈ ഷെയർ ഹോൾഡേഴ്സിനും ഡിസ്ക്ലോഷേഴ്സ് പോലും രേഖപ്പെടുത്താതിരിക്കാനുള്ള സംവിധാനം പോലും ഒരുക്കുന്ന രീതിയിലുള്ള കറപ്ഷനായി മാറി. അത് ഈ ഷെൽ കമ്പനികൾക്ക് പണം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു, വിദേശ പണം വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. മാത്രമല്ല, ഇത് ഒരു തരത്തിലും പൊതുജനത്തിന്റെ പണമാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകുന്നതെങ്കിലും പൊതുജനത്തിന് ഇത് അറിയാനുള്ള അതാണ് കോടതി അവസാനം ചോദ്യം ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയ കാര്യം, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇവർക്ക് ഇതിനൊരു ധൈര്യം, അതായത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇത് മുന്നോട്ട് പോകാം ഒരു ധൈര്യം ഒരു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവർ കറപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കോടതി അടക്കം അവരുടെ കൺട്രോളിലേക്ക് വരുന്ന സ്ഥിതിയിലായി കഴിഞ്ഞു. പാർലമെന്റിലാണെങ്കിൽ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഭൂരിപക്ഷമുണ്ട്. ചർച്ചകൾ പലപ്പോഴും നടക്കുന്നില്ല. ഈ ഒരു തരം എക്സ്റ്റോർഷൻ, ഒരു സർക്കാർ സ്പോൺസേഡ് കറപ്ഷൻ പോലും
വളരെ വിദഗ്ധമായി നടത്താൻ കഴിയുന്ന കോൺഫിഡൻസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? കോൺഫിഡൻസ് തീർച്ചയായിട്ടും വരുന്ന അവരെ ഒരു BJP പോലെ പാർട്ടീസിന് കോൺഫിഡൻസ് വരുന്ന ഒന്നാമതായിട്ട് അവരെ സംബന്ധിച്ചുള്ള ഒരു ഭരണാധികാരം പരിപൂർണമായ തരത്തിൽ കൈയാളാണ്. പ്രതിപക്ഷമില്ലാത്ത രീതിയിൽ കൈയാളുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ അധികാരം അവരുടെ അടുത്തുണ്ട്. രാഷ്ട്രീയമായിട്ട് അവർ എന്താ പറയുക, ആ നിലയ്ക്ക് അവർ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ടൈം കിട്ടിക്കഴിഞ്ഞു, അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അതീശത്വം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്കറിയാവുന്ന നമ്മൾ കാലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കൂടി തന്നെ ഒരു മാർച്ച്, ഈ ഒരു വലതുപക്ഷ മാർച്ച് എന്ന് വിളിക്കാൻ നടത്തി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തന്നെ ഒരു തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലി ബാധ്യതയുണ്ടെങ്കിലും അതിന് ആത്യന്തികമായിട്ട് അതിൻ്റെ കൂറ് പ്രഖ്യാപിക്കേണ്ടത് ഭരിക്കുന്ന ഭരണാധികാരിയോടും ഭരണ സംവിധാനത്തോടായി മാറുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോടതിയെക്കുറിച്ചും കൂടി വിമർശനം ഉയർത്തുന്നുണ്ട്. കാര്യം കോടതി പല കാലം വേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇതുണ്ട്. പക്ഷേ പൂർണ്ണമായ ഭരണകാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രൽ ബോണ്ട് വ്യത്യസ്തമായ ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അതൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഭരണാധികാരികൾക്ക് നൽകും. എല്ലാ കാലത്ത് പല ഭരണാധികാരികൾക്കും നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തരം കറപ്ഷൻസ് ആദ്യമായിട്ടല്ല. ഇന്ത്യ ലോകത്ത് തന്നെ പല രാജ്യങ്ങളിൽ ഇതുപോലുള്ള പബ്ലിക് റിസോഴ്സ് ലൂട്ട് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുകളുടെ കറപ്ഷൻസ് നടത്തിയിട്ടുണ്ട്. പല സ്വേച്ഛാധിപത്യ രാഷ്ട്രങ്ങളും സ്വേച്ഛാധിപതികൾ പൈസ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ വ്യക്തിപരമായിട്ട് അവർ നേടി അവരുടെ പൈസക്ക് വേറെ ട്രാൻസ്ഫർ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരം കറപ്ഷനിലൂടെയാണ്. ഇന്ത്യയിൽ അത് ഒരു പ്രത്യേക പാർട്ടിൻ്റെ സംവിധാനം ദീർഘകാല പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി. അപ്പോൾ ലെജിറ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ സാധ്യത കൊടുത്തു. ഇപ്പോൾ നമ്മൾ നോക്കുന്ന പലപ്പോഴും ഈ നമ്മൾ ഒരുപക്ഷെ മുമ്പ് നിയമബാഹ്യം എന്ന് തോന്നുന്ന പല പ്രക്രിയകളും നിയമവൽക്കരിക്കുന്നുണ്ട്. നിയമത്തിന് ആയുധമായി മാറുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട് പലതരത്തിലും. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, പല നിയമങ്ങളും എന്താ പറയുക നിയമബാഹ്യമെന്ന് നമ്മൾ മുമ്പ് കരുതുന്ന പലതും നിയമവൽക്കരിക്കുന്നു, നിയമം അതിനെതിരെ പ്രയോഗിക്കുന്ന സംവിധാനമായി മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുന്നേ 20,000-ന് മുകളിൽ വരുന്ന ഓരോ തുകയ്ക്കും ടാക്സ് കൊടുക്കാൻ ഡോണർ ബാധ്യസ്ഥനാണ്. ഇതിനുശേഷം പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനിക്ക് വരെ എത്ര എമൗണ്ട് വരെയും കൊടുക്കാം. എത്ര അവരുടെ പ്രോഫിറ്റ് ഇതിന് ബാധകം. നേരത്തെ ആണെങ്കിൽ 7.1% 3 വർഷം കണ്ടിന്യൂസ് ആയി ലാഭം ഉള്ള കമ്പനിക്ക് മാത്രമേ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, സോഴ്സ് വ്യക്തമാക്കേണ്ടതില്ല, ഷെൽ കമ്പനികൾ ഉപയോഗിക്കാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നഷ്ടം നമ്മുടെ ടാക്സ്, അതായത് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന ടാക്സാണ് സത്യത്തിൽ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടുതൽ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഫണ്ടിങ്ങിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഉണ്ടായ നഷ്ടം അത് ഭീകരമല്ലേ? ഭീകരമായ നഷ്ടമാണ്. നഷ്ടം എന്ന് പറയുന്നത് ടാക്സിൻ്റെ ഇനത്തിൽ മാത്രമല്ല, നമ്മുടെ പബ്ലിക് റിസോഴ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ടണൽ നിർമ്മിക്കുന്ന പബ്ലിക് റിസോഴ്സ്, പലതരത്തിലെ പബ്ലിക് റിസോഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അതാണ് ഒരു കമ്പനിക്ക് അതിൻ്റെ പൈസ അനർഹമായ രീതിയിൽ പറ്റുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ മൈനിങ് മേഖലയിൽ നടക്കുന്ന റിസോഴ്സ്, ഈ ഗെയിമിംഗ് കമ്പനി, ഈ ചൂതാട്ടം പൈസ വിടുന്നവരെ സാധാരണക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പണം, സാധാരണക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന ചൂതാട്ട കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഫണ്ട് കൊടുക്കുന്നത്. അതെ. അപ്പോൾ അത്തരമൊരു ചൂതാട്ട കമ്പനിയെ ലെജിറ്റിമൈസിങ് കൂടി ചെയ്തിട്ടുണ്ട്. ചൂതാട്ടത്തിനെ സാധാരണ ജനങ്ങളെ പിഴിയുന്ന ഒരു ചൂതാട്ട കമ്പനിയെ വേറെ ലെജിറ്റിമൈസിങ് ഉണ്ട്. അപ്പോൾ അവരുടെ പണമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പറയുന്നത് എത്ര അതിൻ്റെ ജനാധിപത്യത്തിന് മാത്രമല്ല സാമൂഹ്യ അതിൻ്റെ ആഘാതം ഒരുപക്ഷെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രമാത്രം സമൂഹം സൃഷ്ടിക്കുന്ന ഒരു വലിയൊരു പരിപാടി. പൊതുവെ ഈ അഴിമതി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും അഴിമതി നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട്, നേരത്തെ രാമപ്രസാദ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് ചെയ്യുന്നത് വലിയ വലിയ കോർപ്പറേറ്റുകളാണെന്നുള്ളത് നേരത്തെയുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ഒരുപക്ഷെ പൊതുജനം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള പബ്ലിക് മണി എന്നുള്ള ആസ്പെക്ട്. ഇപ്പം വലിയ വേദാന്തയെ പോലത്തുള്ള കമ്പനികൾ ഉണ്ടാകുന്ന ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ട പൊതു മുതലുകൾ ധൂർത്തടിച്ചുകൊണ്ടാണ്. മാത്രമല്ല മറ്റ് സോഴ്സുകൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് ടാക്സ് എക്സംഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൈസ തന്നെ എടുത്തിട്ടാണ് ഇവർ അഴിമതികൾ ചെയ്യുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയാവാതെ പോകുന്നില്ലേ? സാധാരണ ആൾക്കാരിൽ ചർച്ച ചെയ്യേണ്ടത് സാധാരണ ജനങ്ങളുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടേണ്ടതാണ്. ഇതൊരു സാങ്കേതികത്തിൻ്റെ അകത്ത് മാത്രമല്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഈ ആൽഫ ന്യൂമറിക്കൽ നമ്പർ, അത് അൾട്രാ വയലറ്റ് റേ വെച്ച് കാണാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമുക്ക് എൻകാഷ് ചെയ്തതും ആരുടെ ഓണർ തുടങ്ങിയ സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ ഭാഷയിലേക്ക് ഇവിടെ വോട്ട് ചെയ്ത മനുഷ്യൻ, കാര്യം അയാളുടെ പൈസയാണ്, അവരുടെ പൈസയാണ്, സാധാരണ ഒരു മനുഷ്യൻ്റെയും പണമാണ് ആ നിലയ്ക്ക് ഇതിലേക്ക് അനധികൃതമായി ലൂട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ മനസ്സിലാക്കുന്ന കാര്യം മുമ്പുള്ള പല അഴിമതി ആരോപണങ്ങളും തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് സാധാരണക്കാരൻ്റെ ഭാഷയ്ക്ക് മനസ്സിലാക്കാനും വലിയ തോതിൽ ക്യാമ്പയിനും ഇലക്ഷൻ്റെ കാലമായിട്ടുണ്ടായിട്ട് അത് ബോഫേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം തോക്ക് കാണിച്ചുകൊണ്ടുള്ള പലതരത്തിൽ അതിന് സിമ്പിളൈസ് ചെയ്യുന്നത്. അല്ല 2G നിങ്ങൾക്കറിയാം 2Gയെ സംബന്ധിച്ചും അതിന് പ്രതീകാത്മകമായിട്ട് പല ആൾക്കാർക്ക് മനസ്സിലാക്കുന്നില്ല അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല ഇലക്ട്രൽ ബോണ്ട് ഒരു തരത്തിൽ വിദ്യാഭ്യാസമ്പന്നരായ ആൾക്കാരാൽ വലിയൊരു സ്കാം അതിൻ്റെ അകത്തുണ്ട്. വലിയ സ്കാമുണ്ട്, സാമ്പത്തിക ദുർവിനിയോഗമുണ്ട്, തട്ടിപ്പുണ്ട്, കോർപ്പറേറ്റുകൾ പണം കൊടുത്തതിനെ കുറിച്ചുള്ള മാത്രമല്ല ഏറ്റവും അപായകരമായ സംബന്ധിച്ച് ഇത്തരം കറപ്ഷൻ മറ്റൊക്കെ ഇല്ലെജിറ്റിമേറ്റ് ആണെങ്കിൽ ഇതൊക്കെ തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ കറപ്ഷനായി മാറുന്നത് സ്റ്റേറ്റിൻ്റെ അറിവോടുകൂടിയാണല്ലോ. സ്റ്റേറ്റ് അതിൽ ലെജിറ്റിമൈസ് ചെയ്യാണ്, അത് ഒരു നിയമപരമായ ലെജിറ്റിമൈസ് ചെയ്യണം. അതാണ് സുപ്രീം കോടതി ഇത് പൊളിച്ചു കളയുന്നത്.
അപ്പോൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും പറഞ്ഞു കൊടുക്കുന്ന സംവിധാനം ഇലക്ഷൻ ക്യാമ്പയിനിലെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിലെ ഇലക്ഷൻ ക്യാമ്പയിനും പൊതുവെ ഇലക്ഷൻ CA പോലെ ഡിബേറ്റാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതൊരു പക്ഷേ ഭരണത്തിലിരിക്കുന്നവർക്കും CA ഡിബേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹമാണ് അവർ നടപ്പാക്കിയത്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് ഇടപാട് നടക്കുന്നത്, എങ്ങനെയാണ് കോർപ്പറേറ്റ് ചെറിയ ഇതൊന്നല്ലോ. എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും 58% ഈ ഇതിൻ്റെ അകത്ത് വന്ന പണത്തിൽ BJP കിട്ടി. ബാക്കിയുള്ള ശതമാനമാണ് മറ്റ് പാർട്ടികൾ കോൺഗ്രസിനും DMK കൂടി കിട്ടുന്നത്. ഇതിൽ മാത്രമല്ല എല്ലാം കൂടി ഈ ഇലക്ട്രൽ ബോണ്ടിന് പുറമെ മറ്റു ബോണ്ട് 12,000 കോടി മറ്റാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളവരുടെ മൊത്തത്തിലുള്ള അവരുടെ സമയം. ഇത് എന്തിനാണ് ഉപയോഗിക്കുക? ഇലക്ഷൻ ക്യാമ്പയിന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാത്രമല്ല, വലിയതുപോലെ ക്യാമ്പയിനുകൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ തന്നെ ഒരു ഉപയോഗിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇതിന്റെ വാക്ക് സൂചിപ്പിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് എന്നാണ്. പക്ഷേ ഇതിന്റെ ഇലക്ഷൻ പ്രചരണവുമായി ഇതിന് വലിയ ബന്ധമില്ല. എനിക്ക് തോന്നുന്നത് ഈ വലിയ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ ഉടനീളം വലിയ ഓഫീസുകൾ, അസറ്റ്സ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പം ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തു, ഇൻകം ടാക്സ് ആക്ട് ഭേദഗതി ചെയ്തു. ഇതൊക്കെയാണ് സുപ്രീം കോടതി ഒറ്റ വിധിയോടുകൂടി ഇല്ലാതായിരിക്കുന്നത്. സത്യത്തിൽ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഈ ഒരു 2018 മുതൽ 2024 വരെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന പണം അല്ലെങ്കിൽ എസറ്റ്സ് ഈ പണം ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന എസറ്റ്സ് ട്രാക്ക് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും ട്രാക്ക് ചെയ്യപ്പെടാൻ നമ്മൾക്ക് ഏതൊക്കെ ഏജൻസികൾ ട്രാക്ക് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഗവൺമെൻറ് ഏജൻസികളിലേ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കല്ലാതെ പുറമേയുള്ള ഇപ്പോൾ അസോസിയേഷൻ ഡെമോക്രാറ്റിക് റൈറ്റ്സ് പോലെ സ്വതന്ത്ര ഏജൻസിയാണ് ഇതിൻ്റെ അകത്ത് ഇടപെട്ട് കേസ് കൊടുക്കുകയും 2019 ഫൈറ്റ് ചെയ്ത അവസാനം ഒരു ഉത്തരവുണ്ട്. പക്ഷെ അവർക്ക് ഈ മറ്റു തരത്തിലുള്ള അന്വേഷണ സാധ്യതകൾ കുറവാണ്. അന്വേഷണ ഏജൻസികളെല്ലാം ഗവൺമെൻറ് കയ്യിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അന്വേഷണം അന്വേഷണം നടക്കുക എന്നുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു പക്ഷേ ഒരു സുപ്രീം കോടതിയിൽ ആരെങ്കിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് CBIയോ അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളല്ലാതെ ജുഡീഷ്യൽ ആയിട്ടുള്ള, നേരത്തെ 2G സ്പെക്ട്രത്തിൻ്റെ കേസ് നടന്നതുപോലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും നമുക്കറിയില്ല. ഈ എവിടെയാണ് കറക്റ്റ് ആ ട്രാക്ക്, പണം വന്ന വഴി അറിയില്ല. ഇപ്പോൾ ഷെൽ കമ്പനി വഴി ഒരാൾ പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയില്ല ആ സോഴ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സ്വതന്ത്ര അന്വേഷണം ആവശ്യം. ഒരു ഒലിഗാർക്കിക്കൽ എല്ലാവരും പറഞ്ഞ പോലെ ക്രോണിക് ക്യാപിറ്റൽസ് ഒലിഗാർക്കിയും മാറുന്നു. അതായത് ഏതാനും ചില കോർപ്പറേറ്റുകൾ കംപ്ലീറ്റ് ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിയും അതിൻ്റെ എല്ലാ കാര്യം നിയന്ത്രിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നതിന് അവർക്ക് തന്നെ ഷെൽ കമ്പനികൾ ഉണ്ടായിരിക്കാം. ആ ഷെൽ കമ്പനികളായിരിക്കാം ഈ പണം നിക്ഷേപിച്ചത്. അപ്പോൾ അവരെത്ര പണം നൽകി, അവർ ഷെൽ കമ്പനികൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് അവർ, ഏതൊക്കെ ആ പണത്തിൻ്റെ സോഴ്സ് എന്താണ്, അത് ആരാണ് എൻകാഷ് ചെയ്ത പണം എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ വിദഗ്ധമായി തന്നെ ജുഡീഷ്യയുടെ അന്വേഷണത്തിൽ, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ, ഉന്നത ജുഡീഷ്യൽ മേൽനോട്ടം നടക്കേണ്ട കാര്യമാണ്. അത് ജനാധിപത്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അതീതമായിട്ട് ജനാധിപത്യം എന്ന് വിളിക്കുന്ന ഒരു ഇന്ത്യൻ ഇതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് വലിയ കാര്യം. അല്ലെങ്കിൽ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പണത്തിൻ്റെ ഒരു സമാഹരണം വലിയ തോതിലുള്ള ഒരാൾക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ജനാധിപത്യത്തെ ബാധിക്കും. പൊതുവെ പറയാറുണ്ട് ഇന്ത്യൻ സമൂഹം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കെട്ടുറപ്പുള്ള ഒരു കേന്ദ്ര ഭരണം, അവിടെ വളരെ ശക്തനായ ഒരു നേതാവ്, ഒരു പാർട്ടിക്കുണ്ടാകുന്ന അപ്രമാദിത്വം, അത് ജനാധിപത്യ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് കളയുമെന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ മാത്രം പറഞ്ഞുകൂടെ. കാര്യം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വളരെ കെട്ടുറപ്പുള്ളൊരു സർക്കാർ ഉണ്ടാവുന്നല്ലോ. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്ന ഇത്തരം മാൽ പ്രാക്ടീസസ് ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊക്കെ BJP വിളിച്ചു പറയുന്നത് ആഘോഷിക്കുമ്പം ഇങ്ങനൊരു പ്രതിപക്ഷമില്ലെങ്കിൽ എന്തായിരിക്കും എന്ന അവസ്ഥ കൂടി ഇതിനവിടെ വെളിപ്പെടുത്തുന്നില്ല. ശിവരാജ് പറഞ്ഞ വളരെ ശരിയായ കാര്യം. നമുക്ക് സ്റ്റേബിൾ ഗവൺമെൻറ് പോലെ തന്നെ പ്രശ്നം സ്റ്റേബിൾ ഡെമോക്രസിയാണ് സ്റ്റേബിളായിരിക്കേണ്ടത്. അപ്പോൾ ഗവൺമെൻറ്റുകൾ തിരഞ്ഞെടുക്കുകയും അവർ പല കാര്യങ്ങളും താഴേക്ക് പോകാൻ സാധ്യത. കാര്യം ഒരു ജനവിരുദ്ധമായ പോളിസി നടപ്പാക്കുന്നതിൽ എതിരഭിപ്രായങ്ങൾ വന്നുകയും സർക്കാർ താഴെ. പക്ഷേ സ്റ്റേബിളായ ഡെമോക്രസിയാണ് ഒരു രാജ്യത്തിനും അഭികാമ്യമായിട്ടുള്ള കാര്യം. ആ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേബിളായ ഗവൺമെൻറ് മുമ്പുണ്ടായിട്ടുണ്ട്. സ്റ്റേബിളായ ഗവൺമെൻറ് ഉണ്ടാവുന്നത് നല്ലതുമാണ്. പക്ഷേ ഇവിടെ അതല്ല, ഒരു പാർട്ടിയിലേക്കെല്ലാം കേന്ദ്രീകരിക്കുമ്പോൾ ആ പാർട്ടി തീരുമാനങ്ങളിൽ ഏതാനും വ്യക്തികൾ മാത്രം സ്ഥിതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അടിയന്തരാവസ്ഥ നമ്മൾ കണ്ടതാണ്. അടിയന്തരാവസ്ഥ കണ്ടത് അത് ഒരു കാലത്തും ഏത് കാലത്തും ജനാധിപത്യത്തിന് എവിടെയും നല്ലതല്ലാത്ത കാര്യമാണ്. ഒരു പാർട്ടിയിൽ മാത്രമെല്ലാം കേന്ദ്രീകരിക്കുക, ആ പാർട്ടിയിൽ ഏതാനും വ്യക്തികൾ മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെയാണെങ്കിലും, അത് കേരളത്തിലാണെങ്കിലും അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിൽ തന്നെ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ഒരു ആരോഗ്യകരമായ സ്ഥിതിയല്ല. അപ്പോൾ ഇത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ മാത്രം ഒരു ഇഷ്യൂ അല്ല. അത് നമ്മൾ കാണുന്ന തുടർ പ്രക്രിയകളിലെല്ലാം തന്നെ പലതരത്തിലും മുമ്പ് നടന്ന പല പ്രക്രിയകളും പ്രതിഫലിക്കുന്ന കാര്യമാണ്. ഡിമോണിറ്റൈസേഷൻ പോലെ തീരുമാനം, അതിൻ്റെ പ്രത്യേകത നമുക്കിപ്പോഴും അളക്കാൻ സാധിച്ചിട്ടില്ല. എന്ത് നേട്ടമാണ് സർക്കാർ ഈ ബ്ലാക്ക് മണിക്കെതിരെ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഇപ്പോൾ അവർക്ക് തന്നെ വ്യക്തമല്ല. പക്ഷേ അതൊരു തീരുമാനമായിരുന്നു. ക്യാബിനറ്റ് പോലും അറിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം ഒരു പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ വലിയ ജനാധിപത്യം സൃഷ്ടിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിനാറിയോൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് എന്ന പ്രശ്നവും കാണുന്നത്. ഇതിൽ തോതിൽ വ്യാപകമായ രീതിയിൽ പണം സമാഹരിക്കപ്പെടുക കോർപ്പറേറ്റുകളിൽ നിന്ന്, അതിന് കൃത്യതയില്ലായിരിക്കുക, വളരെ അധാര്യമായ രീതിയിൽ കൃത്യം ഉണ്ടായിരിക്കും. ഒരു പാർട്ടിക്ക് മാത്രം കിട്ടുക, അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉപയോഗിക്കുക, നിരന്തരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉപയോഗിക്കുക, തെരഞ്ഞെടുപ്പിന് ശേഷം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ബാധിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഫണ്ടിങ് ലെജിറ്റിമൈസ് ചെയ്യുന്ന വഴി അതിൽ ഡെമോക്രസി ഇല്ലെജിറ്റിമേറ്റ് ആയി മാറുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദീർഘകാല പ്രത്യേകത സൃഷ്ടിക്കുന്നതാണ്. ദീർഘകാല പ്രത്യേകത അത് ലോകരാഷ്ട്രീയത്തിന് പ്രത്യേകത സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ നമുക്കറിയില്ല ഇത് ഉത്തരേന്ത്യയിലൊക്കെ എന്തുമാത്രം ചർച്ച ഇരുന്നുണ്ടെന്ന്. നേരത്തെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററുടെ പാർട്ട്ണറും രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധനുമായ പരകല പ്രഭാകരൻ പറയേണ്ടത് ഇത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അഴിമതിയാണ്. മാത്രവുമല്ല ഇത് BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നൽകാൻ പോവുകയാണ്. നമുക്കറിയില്ല അങ്ങനെ ഒരു BJP അങ്ങനെ ഒരു വലിയൊരു ചാലഞ്ച് നേരിടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ വളരെ ക്യാമ്പയിൻ നമ്മൾ BJP പോലെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു കാലം നടത്തുന്ന സമയത്ത് അവരുടെ സ്ട്രാറ്റജിക്കായിട്ട് അവർ നടത്തിയ പല നീക്കങ്ങളും നമ്മൾ അംഗീകരിച്ചല്ലെങ്കിൽ പലതിനും വിജയകരമായിരുന്നു എന്നുള്ളത്. ആ സ്ട്രാറ്റജിക്കായുള്ള നീക്കങ്ങൾ അത് അവർക്കൊരു നെഗറ്റീവ് ഉണ്ടാകും. ആ നെഗറ്റീവ് അവർ മാധ്യമങ്ങളിലൂടെ ആൾക്കാരെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് പലപ്പോഴും നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളതൊക്കെ വളരെ ഫ്രാഗ്മെൻറ്റ് ചെയ്യപ്പെട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഉദാഹരണം ഞാൻ ഷിബുവിന് പറയാം. ഇപ്പോൾ CA എന്നുള്ള ഡിബേറ്റ് എടുക്കുക. CA ഒരുപക്ഷെ BJP ആഗ്രഹിക്കുന്ന ഡിബേറ്റാണ്. കാര്യം BJPയുടെ അജണ്ടയാണ് CA. അതെല്ലാ പാർട്ടി നിങ്ങളതിനെ എതിർത്തോളൂ, പക്ഷേ ആ ചർച്ചയിൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ CA പ്രധാന ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിന് പരിസരത്ത് അത് പ്രധാനമായിട്ടായിരിക്കും, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതേ ഇലക്ട്രൽ ബോണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാര്യം അതെല്ലാവരും ബാധിക്കുന്ന വലിയൊരു പണം സമാഹരിക്കപ്പെട്ട പ്രശ്നമാണ്. അതിൽ നമ്മുടെ ഇലക്ഷനെ ബാധിക്കുന്ന പ്രശ്നം, ഇലക്ഷൻ പ്രചാരണത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും പണമില്ലാതെ പ്രചരണം നിർത്തേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ അത്ര ഘട്ടത്തിൽ അതൊരു ഡിബേറ്റ് പോയിൻ്റായി ഒരു ചർച്ചയായിട്ട് ആൾക്കാർ മനസ്സിലാക്കുക. ആൾക്കാർ പിന്നെ അത് തീരുമാനിച്ചോട്ടെ, പക്ഷേ അത് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും കേരളത്തിന് അതിന് വലിയ സ്കോപ്പ് ഉണ്ട്. കാരണം CPI CPM അടങ്ങുന്ന ഇടതുപക്ഷ കക്ഷികളാണ് ഇലക്ട്രൽ ബോണ്ട് നിന്ന് വിട്ടുമാറിയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് വളരെ ശക്തമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ കേരളത്തിലൊരു പ്രചരണ വിഷയമാക്കാവുന്നതാണ്. എങ്കിലും അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ED ബന്ധപ്പെട്ട ED നടത്തുന്ന അന്വേഷണങ്ങൾ, ED രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് CPM അതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം നേരിടുന്നവരുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് അത് മാത്രമല്ല. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ആ കേസിൽ കക്ഷി ചേർന്ന ആൾക്കാരാണ്. അവർക്ക് തീർച്ചയായും പറയാൻ ലെജിറ്റിമേറ്റ് റൈറ്റ് ഉണ്ട്. അങ്ങനെ ചർച്ച അവർ കാര്യമായി നടത്തണം. അതിന് ഗുണഫലം എന്താണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്ന കാര്യം. പക്ഷേ അത് ഇനിയിപ്പോൾ ഇത് അല്ലെങ്കിൽ തന്നെ ഇത് കക്ഷി ചേർന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അല്ലാതെ തന്നെ ഉയർത്തിക്കൊണ്ടിട്ട് വിഷയമല്ലേ ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ കോൺഗ്രസിനും പൈസ കിട്ടിയിട്ടുണ്ട്. ചെറിയ പൈസയാണ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിനും പൈസ സമാഹരിച്ചതിൻ്റെ അകത്ത്. പക്ഷേ ഇത് കാര്യം പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്ന് പറയുന്നത് ഡെമോക്രസിയെ ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് അവകാശമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടി നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് സൃഷ്ടിക്കുന്ന അത് വലിയ അന്തരങ്ങൾ നമ്മുടെ പരകാല പ്രവാർ തന്നെയാണോ പറഞ്ഞെനിക്കല്ല. കോടതി തന്നെ നിരീക്ഷിച്ച കാര്യം, സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ച കാര്യമുണ്ട്. സമൂഹത്തിൽ നിൽക്കുന്ന സാമ്പത്തിക അന്തരം പോലെ തന്നെയാണിത്. ഒരു പാർട്ടി സമ്പന്നതയുടെ അതാക്കുക, മറ്റു പാർട്ടിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിലും വൈവിധ്യം നഷ്ടപ്പെടുക, നമ്മുടെ ചോയ്സുകൾ ഇല്ലാതായി മാറുന്ന സ്ഥിതി ഉണ്ടാവും. കോടതിയിൽ എനിക്കൊന്ന് ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്നുള്ളത് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ BJP വലിയൊരു പൈസ വന്നെത്തുമ്പം സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടികൾക്ക് അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു സമതുലിതാവസ്ഥ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് നിലനിൽപ്പില്ല. പക്ഷെ അതും കൂടിയായിരിക്കാം ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ നേരിടുന്ന വലിയൊരു ചാലഞ്ച്. ഓൾറെഡി ഈ പൈസ അവരുടെ കയ്യിലാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കോടതി ഒരിക്കൽ തിരിച്ചു കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളാണ് പ്രതിസന്ധിയുടെങ്കിൽ കൂടി നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ, ഇലക്ഷണറി മെത്തേഡും കൂടി മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ പഴയ കാലത്ത് ഇലക്ഷണറി മെത്തേഡിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയ മുതൽ നമ്മുടെ മറ്റ് വെർച്വൽ ക്യാമ്പയിൻസ്, മാധ്യമങ്ങൾ ഉപയോഗിച്ച ക്യാമ്പയിൻസ്, അല്ലാതെയുള്ള പലതരത്തിലുള്ള ക്യാമ്പയിൻ, പലതരത്തിലുള്ള ഇലക്ഷനിങ് പ്രോസസ് നടക്കുന്നത്. പഴയ പോലെ പോസ്റ്റർ ഒട്ടിച്ച് എന്താ പറയുക, ഞാൻ മുമ്പ് എപ്പോഴും കേട്ടിട്ടുണ്ട്, എന്താ പറയുക, ആലപ്പുഴയിൽ VM സുധീരൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ ഒട്ടിച്ച് മത്സരിച്ച കാലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ആ കാലമല്ല. ഇലക്ഷനിൽ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഫണ്ടിങ് വരുന്ന കാലമാണ്, പലതരത്തിലുള്ള ഫണ്ടിങ്. അതുകൊണ്ടാണല്ലോ വലിയ വിമർശനം BJPക്ക് അകത്താനും വിമർശനം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഇലക്ഷൻ, അവരുടെ ഫിനാൻസ് മിനിസ്റ്റർ അവർ പറഞ്ഞു, ഞാൻ ഇലക്ഷൻ മത്സരിക്കാത്ത, എനിക്ക് പൈസ ഇല്ല എൻ്റെ കയ്യിൽ മത്സരിക്കാൻ. അത് വലിയ വിമർശനമായിരുന്നു. അത് BJP രാഷ്ട്രീയ നേതൃത്വത്തോടും ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തോടും വിമർശനമാണ്. കാര്യം പൈസ ഇല്ലാത്ത ഒരാൾക്ക് ഇലക്ഷൻ അവർ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. അതും കൂടി അന്ന് ആ ഒരു ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നേരായ വരുമാനമേ ഉള്ളൂ, ശമ്പളമേ ഉള്ളൂ, അത് വെച്ച് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. ശരിക്കും പരകാല പ്രഭാകർ ഉയർത്തിയ വിമർശനേക്കാളും വലിയ വിമർശനമാണ് നിർമ്മലാ സീതാരാമൻ ഉയർത്തിയത്. എന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റാൻ സാധ്യത, ജനാധിപത്യത്തിന് എന്താ സംഭവിക്കുക? അപ്പോൾ പണം തന്നെയാണ് ഡിസൈഡിങ് ഫാക്ടർ എന്നാണ് അവർ പറയുന്നത്. പണം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കാനുള്ള
ധാർമ്മിക അവകാശമില്ല എന്ന് പറയുന്നത് നിങ്ങളും പണം പറ്റിയെന്നുള്ള. പക്ഷേ ഈ നിർമ്മല ഒരിക്കലും ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിക്കുന്നില്ല. ധാർമ്മിക അവകാശം പ്രതിപക്ഷത്തിനില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളും പണം പറ്റിയല്ലോ എന്ന് ഇല്ലെജിറ്റിമേറ്റ് ആണെന്ന് അവർ അറിയാതെ തന്നെ പറയുന്നുണ്ട്, പരോക്ഷമായി പറയുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് അതൊന്നാലോചിച്ചു. അപ്പോൾ വലിയ തോതിൽ പണമുള്ള ഒരാളെ സമയം ഇലക്ഷനിങ് പ്രോസസ്സ് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്ക് എല്ലാ ക്യാമ്പയിനും പണം ഉപയോഗിക്കുന്നത് ഇത് മാത്രമോ ഇലക്ഷന് ശേഷവും ഈ പണം ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു രസകരമായ കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിമതിമുക്ത രാഷ്ട്രീയം എന്നുള്ള വലിയൊരു മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് BJP അധികാരത്തിലേക്ക് വരുന്നത്. അതേ പ്രശ്നം ഉപയോഗിച്ച് അവർക്ക് അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മാറ്റമായിരിക്കില്ല അത് തീർച്ചയായിട്ടും. കാര്യം അത് ജനാധിപത്യ സമരം വലിയ വിജയമാണ്. രാഷ്ട്രീയ ചരിത്രത്തിലെ മാറ്റമല്ല, ജനാധിപത്യ സമരം വലിയ വിജയമാണ്. കാര്യം പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ഇല്ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിന് ഡെമോക്രസി റിജക്ട് ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ വിജയം. സ്റ്റേബിൾ ഡെമോക്രസിയാണ് നമുക്ക് ആവശ്യം. സുസ്ഥിരമായ ജനാധിപത്യമാണ് സുസ്ഥിരമായ ഭരണാധികാരത്തെക്കാളും പ്രധാനം. കാര്യം ജനാധിപത്യ സുസ്ഥിരമായ നമ്മുടെ ആ പ്രക്രിയ ശരിയായി നടക്കുള്ളൂ. അല്ലാണ്ട് ഒരു ഏകാധിപത്യ സംവിധാനം സുസ്ഥിരമായ ഭരണ സംവിധാനം ഉണ്ടായിരിക്കും. പക്ഷേ ജനാധിപത്യം സുസ്ഥിരമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാന കാര്യം. പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം, പൗരാവകാശം സംബന്ധിച്ചിടത്തോളം, ജനജീവിതം സംബന്ധിച്ചിടത്തോളം, ജനങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സുസ്ഥിരമായ ജനാധിപത്യം. അതിന് അടിവരയിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ അടിവരയിട്ട് കാണുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ വൈവിധ്യവും ആ രാഷ്ട്രീയ പാർട്ടികളുടെ ലെജിറ്റിമേറ്റ് ഫണ്ടിങ്ങും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം, നമ്മളിപ്പം BJPയുടെ കാര്യം പറഞ്ഞു. ഇതേപോലെ മേജർ എമൗണ്ട് കിട്ടിയ പാർട്ടികളാണ് DMK, നമ്മുടെ മമതാ ബാനർജിയുടെ പാർട്ടി, പിന്നെ BRS. അപ്പം ഇങ്ങനെ പ്രാദേശിക അല്ലെങ്കിൽ കക്ഷികൾക്കും വലിയൊരു എമൗണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചും ഇതിനോട് റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള വലിയൊരു ചാലഞ്ച് അല്ലേ ശരിക്കും? തീർച്ചയായും ചാലഞ്ചാണ്. ഈ കിട്ടിയ പാർട്ടികളെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രധാനപ്പെട്ട രീതിയിൽ പൈസ കിട്ടുന്നുണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ നേരത്തെ ഭരിച്ച പാർട്ടി നിലയ്ക്കും ഒരുപക്ഷെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടി നിലയ്ക്കൊക്കെ തന്നെ ഫണ്ട് ചെയ്യുന്നതാണ്. മറ്റു TMC ആണ്, DMK ആണ്, BRS ഒക്കെ ആണ്. അതാത് വലിയ സംസ്ഥാനങ്ങളാണ്. അവിടെ പലതരം റിസോഴ്സ് സംസ്ഥാനങ്ങൾ, അവിടെ ഭരിച്ച പാർട്ടികളാണ്. ഭരിച്ച പാർട്ടികൾക്കാണ് പൈസ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇല്ലെജിറ്റിമേറ്റ് ഫണ്ടിങ്ങാണ് ഇവർക്ക് അറിയുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാണ് കോറിലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ആൽഫ ന്യൂമറിക്കൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡോണറും എൻകാഷ് നമ്മൾ കോറിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡാറ്റ കിട്ടാൻ നമുക്ക് എത്ര പൈസ ആര് കൊടുത്തു മനസ്സിലാവുള്ളൂ. പക്ഷേ എങ്കിലും ആ സോഴ്സ് ഓഫ് ഫണ്ടിങ് പറ്റിയ ആൾക്കാർ തന്നെയാണ്. ആ സോഴ്സ് ഓഫ് ഫണ്ടിങ് നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോഴും ഒരു ആത്മവിമർശനം നടത്താനും ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനെ കുറിച്ച് നിലപാടെടുക്കാനും നിർബന്ധമാണ്. കാര്യം ട്രാൻസ്പാരൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ ഫണ്ടിങ് എങ്ങനെയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോകളിൽ രാഷ്ട്രീയ പാർട്ടി അവതരിപ്പിക്കാൻ ബാധ്യതയുണ്ട്. എങ്ങനെയാണ് ട്രാൻസ്പാരൻ്റ് പൊളിറ്റിക്കൽ, അത് ജനാധിപത്യത്തിന് ആവശ്യമാണ്. സുതാര്യമായ രീതിയിലെ പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്ന് വെച്ചാൽ ആരാണ് കൃത്യമായി പൈസ കൊടുക്കുന്നത്, ആ പൈസ എങ്ങനെയാണ് കൃത്യം രേഖപ്പെടുത്താനാവുക, എന്താവശ്യത്തിന് പൈസ കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ കോർപ്പറേറ്റർ പൈസ കൊടുത്താൽ എന്താവശ്യമാണെന്ന് തുടർന്ന് അന്വേഷണങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എങ്ങനെയാണ് സുതാര്യത, ഈ പണം ആര് കൊടുത്തു, പണം ഇതിന് കൈപ്പറ്റി, എങ്ങനത്തെ ആവശ്യം ഉപയോഗിച്ചു എന്നറിയണം. സുതാര്യത ഉറപ്പുവരുത്താനുള്ളൊരു പ്രഖ്യാപനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാനിഫെസ്റ്റോ നടത്താൻ ബാധ്യതയുണ്ട്. അത് BJPയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും DMKയുടെയും TMCയുടെ ഉത്തരവാദിത്തമാണ്. കാര്യം ഇത് ജനാധിപത്യം സംബന്ധിച്ചുള്ള ആവശ്യമാണ്. അല്ലാണ്ട് സ്വയം പറ്റിക്കൊണ്ട് പൈസ സമാഹരിച്ചുകൊണ്ട് രഹസ്യ കോർപ്പറേറ്റ് മറ്റുകാർക്ക് വിമർശനത്തിലേക്ക് നടത്തില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് ഈ ഒരു ക്ലാരിറ്റി, ഈ ഒരു സുതാര്യത ഉറപ്പുവരുത്താനുള്ള ബാധ്യത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നമാണ് കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്ക് BJPയോട് കോമ്പീറ്റ് ചെയ്ത് ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവരെ സംബന്ധിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ക്യാമ്പയിൻ ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന്. ഒരുപക്ഷെ ഇപ്പം അവർക്കെതിരെ വീണ്ടും 10 വർഷം മുൻപേ അടക്കാത്ത ഇൻകം ടാക്സിൻ്റെ പേരിൽ വീണ്ടും കേസ് വന്നിരിക്കുന്നു. വലിയ പണം സർക്കാർ ഉള്ള പണം തന്നെ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ക്യാമ്പയിനായി കൊണ്ടുവരാവുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ അതങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ ശരിക്കും? എനിക്ക് ഒരു ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നിലപാടിന് ജയറാം രമേശ് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പക്ഷേ ഇതിനൊരു ഇലക്ഷൻ ക്യാമ്പയിൻ പോയിന്റായിട്ട് ഇപ്പോൾ 2G സ്കാം എങ്ങനെയാണ് BJP ഇലക്ഷൻ ക്യാമ്പയിൻ ഉപയോഗിച്ചത്, CPM ഉപയോഗിച്ചിട്ടുണ്ട് ആ കാലത്ത്. നിങ്ങൾക്ക് ഒന്ന് ഓർമ്മയുണ്ടാവും, ആ കാലത്ത് CPM തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഉപയോഗിച്ചാണ് 2G സ്കാം. പ്രതിപക്ഷ പാർട്ടി അന്നത്തെ കോൺഗ്രസിനെതിരെ നിന്ന പ്രതിപക്ഷ പാർട്ടി എല്ലാവരും ഉപയോഗിച്ചാണ്. പക്ഷേ അത്തരം ഒരു രീതിയിൽ ഇത് നിങ്ങൾ എവിടെയും കാണുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മയും 2G സ്കാം ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെ ബസ് സ്റ്റാൻഡിൽ പോയാൽ എവിടെയായാലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണാം. അതിൻ്റെ പ്രതീകാത്മകമായ എന്തെങ്കിലും ചിത്രങ്ങളും നോട്ടീസും കാണും. ഒറ്റണം ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇവരും കൂടി ക്ലാരിറ്റി പുലർത്താൻ ബാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്ന കാര്യം എന്താ പറയുക, ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിപക്ഷ മുക്ത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതായത് CPIയോട് ചോദിച്ചിട്ടുള്ള 31 കോടി ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് അവർ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ രീതിയിലും ഈ ഇലക്ഷന് സാമ്പത്തിക ആവശ്യമുള്ളത് എല്ലാവർക്കും അറിയാം. പഴയ പോലെയല്ല, ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ വലിയൊരു പണം ആവശ്യം ഇലക്ഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനെ പിടിച്ചാൽ ഇവർക്കറിയാം
രാഷ്ട്രീയ പാർട്ടി ദുർബലം, അവർ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റില്ല, അതിൽ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇലക്ഷൻ അവർ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ടാക്സിൻ്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടിരുന്നു. നേരത്തെ അല്ല, ഇലക്ഷനോടനുബന്ധിച്ച് ഉയർത്തിക്കൊണ്ടിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടുന്നവർ ഇപ്പോൾ അവർക്ക് ക്യാമ്പയിൻ നടത്താൻ പണമില്ലാതെ വന്നു. ഓരോ ബൂത്ത് തലത്തിലും ഒരു എന്താ പറയുക, അവരുടെ ഒരു ക്യാമ്പയിൻ ഒരു സ്ഥാനം തുടങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവുന്നു. ഈ പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിനെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുന്ന വഴി ജനാധിപത്യർക്ക് ഇടപെടാൻ പറ്റാതിരിക്കാൻ ഇലക്ഷനിൽ പറയാൻ പോലില്ല, പണം ആവശ്യമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഇലക്ഷനിൽ ഇത്രമാത്രം പണത്താൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന സാഹചര്യം ജനാധിപത്യം നല്ലതല്ല. അതിനെതിരെ ഒരു രാഷ്ട്രീയ ആലോചന നമ്മൾ നടത്താൻ പാടില്ല. പക്ഷേ അത് ആലോചിക്കാനുള്ള സാധ്യത നമുക്ക് എന്തോ കുറഞ്ഞു വരുന്നത് നമ്മൾ ഇതെല്ലാം ഒരു വാസ്തവം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യം അംഗീകരിച്ചു. കാര്യം വലിയ അപകടകരമായ സ്ഥിതിയാണ്. ഇലക്ഷനറിയിൽ ഈ രീതിയിൽ പണം ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ജനത്തിന് വലിയ ഗുണം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇലക്ഷൻ പ്രോസസ്സിൽ വലിയ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഇടപെടുന്നത് വലിയ ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. അതേപോലെ തന്നെ പ്രധാനം തന്നെയല്ലേ നമ്മുടെ മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കോർപ്പറേറ്റുകൾക്ക് വലിയ പങ്ക് വരുന്നു. വലിയൊരു മൂലധനം അവരുടെ കയ്യിലുണ്ടായിരിക്കുന്നു. ഇതിന് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള അസമത്വത്തിൻ്റെ റിപ്പോർട്ട് വളരെ ഭീകരമാണ്. ചെറിയൊരു ശതമാനം ആളുകൾ വലിയൊരു വിഭവങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു. ഈ അസമത്വം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കകത്ത് ഒരു അഴിച്ചുപണിയില്ലാതെ യഥാർത്ഥ സൊല്യൂഷനിലേക്ക് ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല സാമ്പത്തിക നീതി എന്നുള്ളത് നമുക്ക് കൈവരിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഷിബു. അതായത് നമ്മൾ കാണുന്ന കാര്യം എന്നും ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാകുന്നു. കോർപ്പറേറ്റുകൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഫണ്ട് ചെയ്യുന്നു? നയങ്ങൾ തീരുമാനിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത്, പാർലമെൻറ്റ് തീരുമാനിക്കുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നയങ്ങൾ, അത് ഫോറസ്റ്റ് പോളിസി ആയിക്കോട്ടെ, മിനറൽസിനെ കുറിച്ച് പോളിസി ആയിക്കോട്ടെ, സ്പെക്ട്രം സെയിൽസ് ആയിക്കോട്ടെ, എല്ലാവിധ മേഖലയിൽ നയങ്ങൾ തീരുമാനിക്കുന്ന കോർപ്പറേറ്റുകളാകുന്നു. കോർപ്പറേറ്റാണ് ഡിസിഷൻ മേക്കിംഗ് വരിക. അവർക്ക് അത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലും പറയുന്നൊരു കാര്യമാണ്. ആർക്കാണ് സേ ഉണ്ടായിരിക്കുക? കോർപ്പറേറ്റുകൾക്ക് സേ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അത് കുറച്ച് കോർപ്പറേറ്റുകൾക്ക് മാത്രം സേ ഉണ്ടായിരിക്കും. സ്ഥിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നയങ്ങളെല്ലാം തീരുമാനിക്കും. ഇത് പക്ഷേ ഇന്നലെ തുടങ്ങിയതല്ല. ഉദാരവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം, ഉദാഹരണത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിമർശനാത്മക സമയം എടുക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യം അന്ന് മുതൽ തുടങ്ങിയതാണ്. കോർപ്പറേറ്റുകളുടെ അധിക സ്വത്ത് സമാഹരണം അവർ വല്ലാതെ രീതിയിൽ ഉദാരവൽക്കരണം മുതൽ തന്നെ നമ്മൾ കാണുന്ന കാര്യം, കോർപ്പറേറ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സാമ്പത്തിക നയങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ നയങ്ങളും നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്, അവരുടെ ബോർഡ്. അതുപോലെ നമുക്കറിയാം, പല ആൾക്കാരും ഈ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസം കോർപ്പറേറ്റുകളുടെ ബോർഡിൽ വരിക. ഇങ്ങനെ ഈ കോർപ്പറേറ്റുകളും നിലവിലുള്ള ഗവൺമെൻറ് നെക്സസ് ഇന്നേ തുടങ്ങിയതല്ല. അത് നമ്മൾ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ആ എക്കണോമിക് റീസ്ട്രക്ചറിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അതിനോട് വിമർശനം ഉയർത്താതെ അതിൻ്റെ തുടർച്ചയാണിത്. അതിൻ്റെ തുടർച്ച ആ കോർപ്പറേറ്റുകൾക്കുണ്ടായ സ്വത്ത് സമാഹരണവും അവരുടെ അക്യുമുലേഷനും അവർക്ക് പിന്നീട് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസാണ് എടുത്താണ്. അവർക്ക് നയങ്ങൾ തീരുമാനിക്കാൻ, അവർക്ക് സ്വാധീനം ചെലുത്താൻ അവർ ഫണ്ട് ചെയ്യും. അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. അത് ജനാധിപത്യത്തിലും വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ഇന്ന് തുടങ്ങിയതല്ല. അത് ഈ നവലിബറൽ പോളിസിയുടെ ഭാഗമാണ്. നവലിബറൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ സ്വത്ത് സമാഹരണം ഈ രീതിയിൽ ക്രമാതീതമായി മാറിയത്. അതിനെതിരെ നിലപാടെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മതവും വർഗീയതയും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകാതെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടപഴകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നുന്നു. താങ്ക് യു വെരി മച്ച്.